السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى كل وصحبه الفائزين برضا الله ما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മഈശത്തിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള തെരുവുകളാണ് നാം സ്വീകരിച്ചുകൊണ്ടുള്ളത്. ആ കൂട്ടത്തിൽ ആൾമാറിട്ട ബിസിനസ്സാക്കിയിട്ട് മുഖാന്തര നല്ലൊരു ശുദ്ധിയപ്പായ നല്ലൊരു ബിസിനസ്കാരായിട്ടും കച്ചവടക്കാരായിട്ട് മാറിയെങ്കിൽ അത് കിട്ടിയിട്ട് അള്ളാഹുടെ മക്കളുടെ സ്ഥാനങ്ങൾ നിങ്ങൾ പഠിച്ചില്ല. പക്ഷേ ബിസിനസ് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ, കച്ചവടങ്ങൾ അതിനെ വിരോധത്തിൽ കൂടുമ്പോൾ ഞങ്ങളെ കച്ചവടക്കാരാവുന്നില്ല. ഞങ്ങൾ ഒരു വസ്തു ഞങ്ങൾ വിൽക്കുക ഭർത്താവുമ്പോൾ അങ്ങനെ വിൽക്കാത്ത നാളില്ലല്ലേ. പലപ്പോഴും പല വസ്തുക്കൾ കച്ചവടക്കാരിൽ വിൽക്കിടാതെ എടുക്കിടാതെ ഈ ടൈമിൽ ശ്രദ്ധിക്കണായ ചില മസലകൾ പലരും മനസ്സിലാക്കാത്തത്, പല നിലക്കുള്ള തപ്പുകൾക്ക് അല്ലെങ്കിൽ ദുനിയാവുടെ മൈഷ സമ്പാദിക്കുന്ന മുഖാന്തര പല ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ വരികയും ഞങ്ങളെ തടിക്ക് പോണ്ടെങ്കിൽ ആഹാര അത് നമുക്ക് ആഖിറത്തിൽ ബിസായിട്ട് മാറുകയും അഥവാ എന്തായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചെന്നൊരു വിഷയമായിരിക്കട്ടെ, ഹറാമ് കൊണ്ട് മുളച്ചെങ്കത്തെ ശരീരത്തിൽ സ്വർഗം ഹറാമായിരിക്കട്ടെ. അഥവാ ഞങ്ങളെ തടിക്കുന്ന കൊടുക്കണമെങ്കിൽ ആഹാര അതിലെ മൂല അത് നമുക്ക് കിട്ടിയെങ്കിൽ തെരു അത് ഹറാമായ തെരുവുണ്ടായിട്ടുണ്ടായെങ്കിൽ, ഇസ്ലാം ദീൻ വിരോധിച്ച തെരുവുണ്ടായെങ്കിൽ ഞങ്ങളെ തടിക്ക് സ്വർഗ ഹറാമു ചെന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിപ്പിക്കുമ്പോൾ പിടിച്ചപ്പെട്ട മുഅ്മിനീങ്ങളെ നരക കിട്ടുകയോ വെറും ആരെ കക്കണുണ്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിന്റെ വിരോധത്തിൽ പോകണുണ്ടില്ല, കള്ളു കുടിക്കൊണ്ടില്ല. ഞങ്ങ ആക്കിടെങ്കത്തെ ബിസിനസ്, ഞങ്ങ ആക്കിടെങ്കത്തെ മൈഷത്തിന്റെ മാർഗത്തിൽ വണ്ട് പല തപ്പുകളായിരിക്കും ഞങ്ങളെ റിസ്കിടമേ ഞങ്ങളുടെ ജീവിതത്തെ ബറക്കത്തുകളായിട്ട് രംഗത്തെ ഞങ്ങളുടെ മക്കളെ ജീവിതത്തിൽ ഉപദ്രവം മാറക്കായിട്ട് വേണ്ട പോലത്തെ ആഹാരമായിട്ട് മാറിയിട്ട് അത് ഞങ്ങളുടെ ദുനിയാവുടെ ബറക്കത്തില്ലാണ്ടാക്കുകയും വിശിഷ്യ ഞങ്ങളുടെ ആഖിറത്തിൽ സ്വർഗത്തിൽ പോകേണ്ടേക്ക് തടസ്സമായിട്ട് പറഞ്ഞു ചാൻസസ് ഉണ്ടോ? അപ്പൊ ഹറാമു ചെന്ന് വെറും ഈ അറിയപ്പെട്ട കള്ളുകുടിയും വ്യഭിചാര പോലത്തത് മാത്രമല്ല ഹറാമോ, ഞങ്ങളുടെ മൈഷത്തിന്റെ മാർഗത്തിലും പലതും നിങ്ങൾക്ക് ഹറാമ് വന്നു പോകാൻ സാധ്യതയുണ്ടോ? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന ടൈമിലോ എല്ലാ അങ്ങാടികളെ ചുറ്റൂ ബഹുമാനപ്പെട്ടവർ എന്തിനെ പിടിച്ചിട്ടായിട്ട് തോളിന്റെ ചാട്ടി പിടിച്ചിട്ടാണ് നടക്കല് ഭരണാധികാരി. എന്നിട്ട് അങ്ങാടികളുടെ പോയിട്ട് ബിസിനസ് ആക്കുകളുടെ പോയിട്ട് മസ്അല കേൾക്കും. ഉസ്താദുമാരൊട്ടല്ല, അങ്ങാടിൽ ബിസിനസ് ആക്കടെ ആൾമാരൊട്ട ബിസിനസ്മാൻമാരൊട്ട മസ്അല കേൾക്കോ. ഇതിന്റെ മസ്അല, ഇതിലെന്ത് ഹലാമോ, ഇത് ഹലാല്, ഇങ്ങനെ കച്ചവടവുമായി ബന്ധപ്പെട്ട മസ്അലകൾ കേൾക്കോ. എന്നിട്ട് അത് മീത്തു അയാൾ ഗൊന്തില്ലാണ്ടായെങ്കിൽ അടിച്ചിട്ട് ഞങ്ങൾ ഈ ബജാറിൽ ആര് കച്ചവടാക്കണ അവന് കച്ചവടത്തിന്റെ വിഷയത്തിലോ എൽമു പഠിക്കണോ, കച്ചവടവുമായി ബന്ധപ്പെട്ട ഹറാമ ഹലാല് പഠിക്കാത്തവന് ഈ എന്തായി മാർക്കറ്റിൽ കച്ചവടാക്കോ ചെന്നിട്ടു അങ്ങനെ കച്ചവടത്തിനെ സീസാക്കിക്കൊണ്ടിരുന്നിട്ടാണ് ഇമാമിങ്ങൾ കിതാബുകളിൽ തിരിച്ചെങ്കിലത്തെ വിഷയം. അപ്പൊ അത്രയും ഗൗരവമുള്ള വിഷയമാണ്. എന്തിനായിരിക്കട്ടെ നിസ്കാരവും നോമ്പുടെ ശ്രദ്ധിക്കട പോലെ ഞങ്ങളെ മൈസത്തിന് മാർഗം സമ്പാദിക്കുമ്പം അതിലെ ഹറാമ ഹലാലുകളുടെ തെരുവുകളെ സംബന്ധിച്ചിട്ടും നാം മനസ്സിലാക്കുകൊണ്ടു. പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാമുൽ ഖസ്സാലി റളിയല്ലാഹു അൻഹു ചൊല്ലു, കച്ചവടാക്കുന്ന ടൈമിലും ഞങ്ങളെ എടുക്കിട ആളെയും ഞങ്ങൾ പിരിസാക്കണോ. അതെങ്ങനെ ഞങ്ങ ഒരാളിട്ട് കച്ചവടാക്കുമ്പോ ഞങ്ങൾ ഇനോടത്ത ആ നിലക്ക് അതിലെന്തെങ്കിലും യാറ് പൊടിയാക്കിയിട്ട് കുടിക്കേണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര ബേജാറാവും, എത്ര കുറത്തെ ഞങ്ങൾക്ക് വരുവാ. അതേ നിലക്കുള്ള കുറത്തെ ഞാൻ കച്ചവടാക്കട അവനും പിറകു തീരാ. ഞങ്ങൾ ഇനോടത്തൊരൊട്ട് ഇത് എടുക്കുമ്പോ ഒരു വസ്തു എടുക്കുമ്പോ ഞങ്ങൾ അതിൽ യാറ് പൊടിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുടുങ്ങി പോയെങ്കിൽ ഞങ്ങൾക്ക് എത്ര ബേജാറാവാം. ആ ബേജാറ് ഞങ്ങളിട്ടൊരു സാധനം ഒരു മനുഷ്യൻ എടുക്കുമ്പോ അവനും അങ്ങനത്തെ ബേജാറ് വറ തീരാ ചൊല്ലെങ്കത്തെ ബിയാറ വേണോ. സ്വന്തം ഓണെ എടുക്കണ പോലെ അവന് ബിയാരിക്കണോ. ഓന്റെ പൈസ ഒരുപോലെ പേരിക്കണം. ആ നിലക്ക് അത്രയും പിരിസപ്പാടിലായിരിക്കണോ കച്ചവടാക്കണത്. വഞ്ചന മുക്തമായ കച്ചവടമായിരിക്കണോ, അയിബ് മുക്തമായ നിലക്കുള്ള കച്ചവടമാക്കണോ. അവന്റെ കുടുപ്പിടങ്കത്തെ എടുക്കണ കുടുപ്പിടങ്കത്തെ കച്ചവടാക്കുക തീരാ.
ಇಂಡಿಪಾಣಲ್ಲ ഞങ്ങളൊരു സാമാനം നമുക്ക് എങ്ങനെങ്കായി ഭിത്തി കിട്ടിയ മയ്യാവും, എങ്ങനെങ്കായിട്ട് ഭിത്തി കിട്ടിയ മയ്യാവും, ഞങ്ങളിട്ടൊന്നത് കയ്യില് തപ്പിയ മയ്യാവും. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുക തീറ. ಇನ್ನೊರ್ತೊರಟು ಆ ನಿಲಕ್ಕೆ ಸೋಮಾಟ ನಿಲಕ್ಕೆ ಅವನು ಸೋತು ಹೋಯ ನನ್ನ ಮನಸ್ಸಿರಿಕ್ಕಡೆ ಅವನು ಸೋತ ಇದ್ರು ನಾಗೆಂದಿಯಾൻ ആ ഒരു നിലക്ക് എടുക്കടവന് സോക്കുടേക്കുള്ള സാഹചര്യം വരാണ്ട് കച്ചവടാക്കുന്നുണ്ടാണ് ഇമാം അൽ-ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകിച്ചിട്ട് മനസ്സിലാക്കുള്ള ഒരു വിഷയമാണ് കച്ചവടത്തെ വിഷയത്തിൽ കളവ് ചൊല്ലല്. ഒന്ന്. രണ്ടാമത് സത്യം ഇടല്. സത്യം രണ്ട് നിലക്കുള്ള സത്യമുണ്ട്, രണ്ടും പാടില്ല. കളവ് ചൊല്ലുമ്പോ കച്ചവടാക്ക ലാഭം എടുക്ക വേണം. കച്ചവടാക്കണമെങ്കിൽ ലാഭം എടുക്കും തീരാണ്ട് ഇസ്ലാം ചൊല്ലില്ലേ. പക്ഷെ ഈ ലാഭം എടുക്കുന്ന ടൈമിലോ കളവ് ചൊന്നിട്ട് ലാഭം എടുക്കണേ. ഇത് അങ്ങനത്തത് ഇങ്ങനത്തത്, ഇത് അങ്ങനത്തത് ഇത് ഇങ്ങനത്തത്, 2 നമ്പർ ക്വാളിറ്റി, 3 നമ്പർ ക്വാളിറ്റി, 1 നമ്പർ ക്വാളിറ്റി ആയിരിക്കട്. അതേപോലെ തന്നെ എന്തായിരിക്കട്, ഇത് ഞാൻ ഇത്ര കെടുത്തത് ഒരു 50,000 രൂപ എടുത്ത വസ്തുവിന് ഞാനിത് 80,000 രൂപ എടുത്തിട്ട് നിൽക്കണാണ് ഒരു 85,000 രൂപ തന്നെയാണ്. എടുത്തിട്ട് 50,000 രൂപ 30,000 രൂപ കളവ് ചെന്നാണ്. ഉദാഹരണം ചെന്നനാണ്. ഇങ്ങനെ കളവ് ചെന്നിട്ടുള്ള കച്ചവട അത് വലിയൊരു മാരകമായ കച്ചവടമായിരിക്കും. അത് നിങ്ങൾക്ക് വലിയ ഉപദ്രാഗ്രഹത്തിന്റെ കച്ചവടമായിരിക്കും. കച്ചവടാക്ക ലാഭം എടുക്ക എല്ലാം ഓക്കെ, പക്ഷെ കളവ് ചെന്നിട്ടുള്ള ലാഭ അത് നിങ്ങൾക്ക് വലിയ ഉപദ്രായിട്ട് ബന്ധുണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി. രണ്ടാമത് സത്യന്റെ വിഷയം കള്ള സത്യ വൃത്തിക്ക് അള്ളാഹ്ക്കു ചെന്നിട്ടു അവന്റെ നമ്പാട്ടെ കച്ചവടത്തെ. ഇത് ഇന്നത്തെ ഫ്രഷ് വസ്തുവായിട്ട് ഇന്നലെ അള്ളാഹ്ക്കും ആയിട്ട് കുറവാറായിട്ട് ഇപ്പൊ അവസ്ഥ. ഇങ്ങനെ കച്ചവടത്തെ വിഷയത്തിൽ കള്ള സത്യം ഇട്ടത് അതും വലിയ നിലക്കുള്ള മാരകമായ വിഷയമാണ്. രണ്ട്. മൂന്നാമത്തത് നേരായ സത്യമേ ഇട്ട് സത്യയിട്ട് അള്ളാഹ്ക്കു അള്ളാഹു വെക്കൂ. അങ്ങനെ നേരായ സത്യ ഓൻ ഇന്നലത്തെ വന്ന് വസ്തു വെക്കൂ, അല്ലെങ്കിൽ ആ വസ്തുവിനാണ് 1 ലക്ഷം രൂപ കൊടുത്ത് എത്ര, അപ്പൊ നമ്പൂല വേണ്ടി ഒന്നാക്കിയിട്ട് സത്യയിട്ട് ഒരാള് 1 ലക്ഷം രൂപ 10,000 രൂപ ഒരു വസ്തു വിൽക്കണേ ചൊല്ലെ ഞാനിത് 1 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് അവൻ നമ്പൂല്ല എടുക്കണോ. അപ്പൊ അവനോട് ചൊല്ല ദേവരാണ് അള്ളാഹുവാണ് അല്ലെങ്കിൽ കൽത്താന പാടില്ല വിളിക്കുകയാണോ അതുകൊണ്ട് സത്യം എങ്ങനെയായിരിക്കും അള്ളാഹെ ചെന്നിട്ട് അള്ളാഹി ചെന്നിട്ട് സത്യം ഇട്ടിട്ട് ഉള്ള വിഷയമേ നമ്പാട്ടെ. കളവ് ചെന്നിട്ടല്ല, ഉള്ള വിഷയം ഒന്നാക്കി എടുത്തിറക്കും. പക്ഷേ സത്യ കച്ചവടത്തിൽ വേണ്ടിയിട്ട് പാടില്ല. നേരായ സത്യ വരെ കച്ചവടത്തിൽ പാടില്ല. അള്ളാഹുടെ നിങ്ങളെ സത്യത്തിലുള്ള വേട്ടകുറിയാക്കണ്ട, അള്ളാഹുടെ നിങ്ങൾ കുറിയായിട്ട് വയ്ക്കേണ്ട. നിങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുനിയാവ് നേടാൻ വേണ്ടിയിട്ട് പരിശുദ്ധമായ ഖുർആൻ ചെന്ന വിഷയമായിരിക്കരുത്. ഒരിക്കലും എന്തായിരിക്കരുത്, നേരായ സത്യ വരെ കച്ചവടത്തിന്റെ വിഷയത്തിൽ കുതിര. അങ്ങനെ അള്ളാഹു അത്തരം നിങ്ങളെ കച്ചവടാക്കുള്ള വസ്തുവല്ല. അള്ളാഹുടെ പിടിച്ചിട്ട് നമ്പ് വേണ്ടിയിട്ടുള്ള കച്ചവട അത് വേണ്ട. നേരായ സത്യം വരെ വേണ്ടാണ്ട് പരിശുദ്ധ ഖുർആൻ ചെന്നുകൊണ്ടിരിക്കുമ്പോ ഇനി കള്ളസത്യം ഇട്ടിട്ട് കച്ചവടാക്കിയുള്ള ഉപദ്രവങ്ങൾ എത്ര വലിയ മാരകമായിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചൊല്ലി ഫൈൻ വസഫഹു ലിസിൽഅതിഹി ഇൻ കാന ബിമാ ലൈസ ഫിഹാ ഫഹുവ കദിബ്. ഓന്റെ വസ്തുവിനെ സംബന്ധിച്ചിട്ട് വസ്തു ചൊല്ല ഇത് അങ്ങനത്തത് ഇങ്ങനത്തത് അങ്ങനെ ഇങ്ങനെ ചൊല്ലിട്ടു. അതിനെ സംബന്ധിച്ചിട്ട് ചൊല്ലത് അത് ഇല്ലാത്തതുണ്ടായെങ്കിൽ തനിച്ച കളവായിരിക്കും. ആ കളവ് കേട്ടിട്ട് ഞങ്ങളിട്ട് എടുത്ത വസ്തു നേരെ എടുക്കലാത്ത കളവ് ചെന്നത് കൊണ്ട് എടുത്ത എന്നുണ്ടായെങ്കിൽ ഓൺ വലിയ വസ്വാസാക്കിയ മനുഷ്യവും ഇബ്ലീസിനെ തൊടാക്കിയ മനുഷ്യവും ഓൺ അക്രമമാണാക്കിയത്, ഓൺ കച്ചവടാക്കിയതല്ല. മനസ്സിലാക്കണം. ഇണ്ട് നിങ്ങൾ വസ്തു നിങ്ങൾ എടുക്കുക വേണ്ടിയിട്ട് സത്യത്തെ വിഷയിക്കട്ടെ, സത്യത്തെ വിഷയിയും പറയാറുണ്ട്. പക്ഷേ കളവ് ചെന്നിട്ട് നമ്മൾ കച്ചവടാക്കട. കുറേ ആൾമാർക്ക് അത് നിസ്കരിക്കുന്ന മുമ്പ് അതെല്ലാം കറക്റ്റാണ്. പക്ഷെ കച്ചവടത്തിൽ യാറെ കൂടി ദുനിയാവല്ല എന്തിനാവണം പാടില്ല. അതിലും നിങ്ങൾ നരകത്തേക്ക് പോകുന്ന ചാൻസസ് ഉണ്ടോ? ക്രിസ്തപ്പെട്ട കുമിനികൾ അക്രമമാണ്. ഇല്ലാത്ത വസ്തു ചെന്നിട്ടോ ഇല്ലാത്ത കളവ് ചെന്നിട്ടോ ഞങ്ങളെ വസ്തുവിടെ നിങ്ങൾ കച്ചവടാക്കരുത്, അക്രമാണ്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചൊല്ലി. ഇനി ഉള്ള ഇതായിരിക്കട് ഓൺ എടുത്തിട്ടില്ല, എടുത്തേണ്ടെങ്കിൽ കളവ് ചെന്നിട്ട് കച്ചവടാക്കിയിട്ട് എടുത്തേണ്ടെങ്കിൽ ആക്രമിച്ച പോലെ ഉണ്ട്. അടിച്ചിട്ട് അവൻ കുപ്പത്തിലാക്കിയ പോലെ ആയിരിക്കട്, അക്രമമായിരിക്കണം ആക്കിയത്. ഈ ഞങ്ങളെല്ലാം എടുത്തിട്ടില്ല, കളവ് ചെന്നടാ
എന്തുണ്ടെങ്കിൽ ഒരു ഹറാം ബന്ധ് എടുത്തിട്ടില്ലെങ്കിൽ കളവ് ചെന്നാലുള്ള ഹറാം ബന്ധ് ഒരു മുറുവത്തില്ലാത്ത മനുഷ്യായിരിക്കട ഒന്ന് മര്യാദക്കേടായ മനുഷ്യായിരിക്കടാണ് ഗസാലി ഇമാം ചൊല്ല്. വിരുദ്ധപ്പെട്ട മീനിങ്ങള് ഒരു കച്ചവടക്കാരുടെ ഒരു എടുക്കുന്ന ആൾക്ക് വേനായത്ത് ഇതിന് വിഷയമുള്ളതുപോലെ ചൊല്ല അതൊക്കെ അതിൽ പിന്നെ തീർത്ത് അല്ലാണ്ട് വെറുതെ ഗവൺമെന്റ് എന്താക്കണ വെറുതെ ഗവൺമെന്റ് പ്രേരണ കൊടുത്തിട്ട് ഇല്ലാത്തതിട്ട് മനസ്സിലാക്കരുത്. അതും ഇസ്ലാം ദീന് വിരോധിച്ചതുകൊണ്ടാണ് ഇമാം ഗസാലി അള്ളാഹു ചൊല്ലി. സത്യയുടെ വിഷയ ನಾನು ಪಡನೆ ಚೊನ್ನೆ ತದುರ್ರು ದಿಯಾರ ಬಲಾತಿಅ സത്യയുടെ ചൊല്ലത് കളവ് സത്യ കട്ട് എന്തായിരിക്കണേ ഇല്ലാത്തത് ചൊന്നിട്ട് സത്യയുടെ ചൊല്ലത് ഞങ്ങൾ ഔത്രമേ ബറക്കത്തില്ലാണ്ടാക്കുന്നുണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി. കച്ചവടം അള്ളാഹ് എന്നിട്ട് അങ്ങനത്തെ ദുഃഖു ഇങ്ങനത്തെ ദുഃഖു ചൊന്നിട്ട് അള്ളാഹിട്ടിട്ട് കള്ള സത്യയിട്ടത് ഞങ്ങൾ ഔത്രമേ ബറക്കത്തില്ലാണ്ടായിരിക്കട് ഞങ്ങൾ ഔത്തുക്ക് ബറക്കത്തില്ലാണ്ടാക്കട്. അങ്ങനെയാണ് ഹബീബുനാ റസൂലുള്ളാഹി ചൊല്ലുന്നത്. മാത്രമല്ല ഞങ്ങൾ ചൊന്ന കള്ള സത്യത്തിൽ നിന്നിട്ട് ഒരു നിലക്കെങ്കിലും രക്ഷപ്പെടുന്നുണ്ടായ കഫാറത്തായിട്ട് ഇസ്ലാം ദീൻ കൊടുത്തു. 3 നോമ്പായെങ്കിൽ പിടിക്കോളും. അങ്ങനെ പരിശുദ്ധമായി ഇസ്ലാം ദീൻ ചൊല്ലി കൊടുത്ത കളവ് സത്യം ഇട്ടെങ്കിൽ 3 നോമ്പ് പിടിക്കൊണ്ടാണ്. ആര് പിടിക്കാറ്? ഒരു കള്ള സത്യത്തിന് വേണ്ടിയിട്ട് 3 നോമ്പ് പിടിക്കണം നിർബന്ധമാണ്. പിന്നെ അതല്ലെങ്കിൽ ആഹാരം കൊടുക്കേണ്ട വേറെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആരാക്കിടാറ് കള്ള സത്യം എത്ര ജീവിതത്തോടെ എത്ര നോമ്പ് പിടിക്കണം ആ കണക്കിൽ കള്ള സത്യത്തിന് വേണ്ടിയിട്ടുള്ള കഫാറത്ത് അത് തീർത്ത്. ഇനി വിളിച്ചപ്പെട്ട മീനിങ്ങളെ എന്തായിരിക്കട് നപ്പാട് ചെന്ന പോലെ നേരായ വിഷയത്തിലും കച്ചവടത്തിൽ ഒരിക്കലും എന്താക്കോ തീരാ മുണ്ടോക്ക് തീരാ സത്യത്തിട്ട് മുണ്ടോക്ക് തീരാ നേരായ വിഷയത്തിക്ക് സത്യത്തെ മുണ്ടോ തീരാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കച്ചവടക്കാരന് ഹലാക്കായി പോട്ടോ. ആ കച്ചവടക്കാരൻ ഹലാക്കായി പോട്ടും. ആരത്? മിൻ ബലാവല്ലാഹി ഇലാ വല്ലാഹി. കിട്ടി കച്ചവടം അതൊക്കു അള്ളാണക്കു അതല്ല അള്ളാണക്കു ഇങ്ങനെ കിട്ടിക്കല്ലോ വല്ലാഹി പിടിക്കണോണു വൈൽ ഒന്ന് നാശം ഉണ്ടാവോ പോട്ടോ നിന്നിട്ടു ഹബീബുനാ റസൂലുള്ളാഹി എന്ന് ചൊല്ലും. അൽ യമീനുൽ അത് നേരായ സത്യത്തിൽ കാണിച്ചോണ്ട്. ഇനിയിപ്പോ യമീനുൽ കാദിബ കളവ് സത്യത്തിൽ ചൊല്ലും. മുൻഫിഖത്തു ലിസ്സിൽഅ കച്ചവടത്തിന് നേരായ സത്യം ഇടുമ്പോൾ ചിലപ്പോ കച്ചവടത്തിൽ ചരക്കുകൾ എല്ലാം ചെലവായിട്ട് പോകും ആൾമാരെടുക്കുവാറ്. പക്ഷേ മുംഹിഖത്തുൽ കസ്ബ് ഓന്റെ ബറക്കത്ത് മുംഹിഖത്തുൽ റിബ്ഹ് ഓന്റെ ലാഭത്തെ നശിപ്പിച്ച് കളയുമ്പോൾ ബറക്കത്തില്ലായിട്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി ചൊല്ലുന്നത്. നാളെ ഖിയാമത്ത് നാൾ അല്ലാഹു തആല നോക്കില്ല ചെന്നിട്ട് 3 ഗ്രൂപ്പിടെ ചെന്നു. അതിൽപ്പെട്ട ഒരാളാണ് മുംഫിഖു സിൽഅതഹു ബിയമീനിഹി സത്യയിട്ടിട്ട് ചെലവ് കച്ചവടത്തെ ചരക്കിടെ ചെലവാക്കണോ. അവിടെ എന്തായിരിക്കട്ടെ സത്യയിട്ടിട്ട് കച്ചവടത്തെ ചെലവാക്കണ മനുഷ്യ എന്തായിരിക്കട്ടെ ഓന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കാനേ ചെന്നിട്ട് വരെ ഹബീബുനാ റസൂലുള്ളാഹി ഹദീസിലുണ്ടായതുകൊണ്ടു കച്ചവടങ്ങളിൽ കളവ് പറകു തീരാ സത്യങ്ങൾ നേരായെങ്കും പറകു തീരാ കളവായി വന്നെങ്കിൽ പിന്നെ അതിൽ വലിയ നാശവുമായിട്ടിരിക്കും. അല്ലാഹു എന്തെങ്കിലും യാതൊക്കെ വന്നിട്ട് നിങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. ഇനിയുള്ള ജീവിതം റബ്ബ് പൊരുത്തപ്പെട്ട നിലക്ക് മാത്രമാക്കി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.